ദൈവനാമത്തിൻ്റെ മഹത്വം ഉണ്ടാകട്ടെ. ഈ പ്രഭാതത്തിലെ നമ്മുടെ ഒന്നിച്ചുള്ള ചിന്തയ്ക്കായി ലഭിച്ചിരിക്കുന്ന വേദഭാഗം എബ്രായർക്കെഴുതിയ ലേഖനം 12-ാം അധ്യായം 1-2 വാക്യങ്ങൾ. ആകയാൽ നാമും സാക്ഷികളുടെ ഇത്ര വലിയൊരു സമൂഹം നമുക്ക് ചുറ്റും നിൽക്കുന്നതുകൊണ്ട് സകല ഭാരവും മുറുകെ പറ്റുന്ന പാപവും വിട്ട് നമുക്ക് മുമ്പിൽ വച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോടെ ഓടുക. വർഷങ്ങൾക്ക് മുൻപ് ഒളിമ്പിക്സിൽ സ്ത്രീകൾക്ക് വേണ്ടി മാത്രമുള്ള ഒരു മാരത്തോൺ ഓട്ടം സംഘടിപ്പിച്ചു. അതിലെ ഒരു കായിക താരം ദിവസവും പ്രഭാതത്തിലും വൈകുന്നേരവും തൻ്റെ ഭർത്താവിനോടൊപ്പം മത്സരത്തിന് പരിശീലനം നടത്തുന്ന പതിവുണ്ടായിരുന്നു. എന്നാൽ ഓട്ടം ആരംഭിക്കുമ്പോൾ തന്നെ അവളുടെ കാലുകൾ വേദനിക്കും. അപ്പോൾ അവൾ ഓട്ടത്തിൻ്റെ വേഗത കുറയ്ക്കും. ആ സമയം അവളുടെ ഭർത്താവ് അവളുടെ അടുക്കൽ നിന്ന് ഓടുക ഓടുക, നിനക്ക് ഈ ഓട്ടം പൂർത്തീകരിക്കുവാൻ കഴിയും എന്ന് വിളിച്ചു പറയുമായിരുന്നു. ഒളിമ്പിക്സ് മത്സരത്തിൽ പ്രസ്തുത ഇനത്തിനുള്ള സമയം സമാഗതമായി. ഈ കായിക താരം ഓട്ടം ആരംഭിച്ചു. മറ്റു പലരെയും പിന്നിലാക്കി അവൾ മുൻപോട്ട് കുതിച്ചു. പെട്ടെന്ന് അവളുടെ കാലുകൾക്ക് വേദനയുണ്ടായി. ഒരടി പോലും മുൻപോട്ട് പോകാനാവാതെ അവൾ ക്ഷീണിതയായി. ഗാലറിയിൽ നിന്ന് വീക്ഷിച്ചു കൊണ്ടിരുന്ന അവളുടെ ഭർത്താവ് ഇങ്ങനെ വിളിച്ചു പറഞ്ഞു, ഓടുക ഓടുക, നീ ഓട്ടം പൂർത്തീകരിക്കും, നീ വിജയിക്കും. അതവളെ പ്രോത്സാഹിപ്പിച്ചു. അവൾ വേദന മറന്ന് വേഗമോടി സ്വർണ്ണ മെഡലിന് അവൾ അർഹയായി. പ്രിയമുള്ളവരെ, വിജയത്തിലേക്കുള്ള ഒരു പ്രയാണമാണ് നമ്മുടെ ജീവിതയാത്ര എന്നത്. ഈ പ്രയാണത്തിൽ വേദനകളും പ്രയാസങ്ങളും ഉണ്ടാകും, കഷ്ടങ്ങളും നഷ്ടങ്ങളും ഉണ്ടാകും, വിജയങ്ങളും പരാജയങ്ങളും ഉണ്ടാകും. എന്നാൽ അത് മറന്ന് മുൻപോട്ട് പോകുന്നവർക്ക് ലക്ഷ്യത്തിലെത്താൻ കഴിയും. ജീവൻ്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശുവിനെ മുന്നിൽ കണ്ടുകൊണ്ട് ഈ ജീവിതയാത്ര ഓടിത്തീർത്താൽ നമുക്കും ജീവിതത്തിൽ വിജയങ്ങൾ കൈവരിക്കുവാനായി സാധിക്കും എന്ന സന്ദേശമാണ് ഈ കഥയിൽ നിന്നും നമുക്ക് ലഭിക്കുന്നത്. പ്രാർത്ഥിക്കാം. പ്രിയ കർത്താവേ, നൽകിയ വചനത്തിനായി നന്ദിയോടെ സ്തോത്രം. ഞങ്ങളുടെ മുമ്പിലുള്ള ഓട്ടം സ്ഥിരതയോടെ ഓടുവാൻ, ലക്ഷ്യബോധത്തോടെ ഓടുവാൻ, കർത്താവിനെ നോക്കിക്കൊണ്ട് ഓടുവാൻ ഞങ്ങളെ അവിടുന്ന് സഹായിക്കണമേ. ജീവിതത്തിൽ വരുന്ന പ്രതിസന്ധികൾ ഞങ്ങളുടെ ഓട്ടത്തെ തളർത്തുവാൻ അവിടുന്ന് അനുവദിക്കരുത്. പുത്രൻ്റെ നാമത്തിൽ പ്രാർത്ഥന കേൾക്കണം പിതാവേ. ആമേൻ.